നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാൻ മുഹമ്മദ് റാഷിദ്. ഈ യൂട്യൂബ് ചാനലിലൂടെ സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളിലെയും അതുപോലെ നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുഭാഗങ്ങളിലെയും അതുപോലെ സമകാലിക ഇന്ത്യയിലെയും കാര്യങ്ങൾ വ്യക്തമായ, പ്രസക്തമായ, ജനങ്ങൾക്ക് ഉപകാരപ്രദമുള്ള, വരും തലമുറയോട് പറയാൻ കഴിയുന്ന നീതി നിഷേധത്തിൻ്റെയും അതുപോലെ ഓരോ നേതാക്കളുടെയും ചരിത്രങ്ങളും മറ്റുമൊക്കെയാണ് ഞാൻ ഇതുവരെ നിങ്ങളുമായി സംവദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും പരമാവധി ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ഇടുകയും ഒക്കെ ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ നാം ഇന്ന് നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഏവർക്കും അറിയാം, ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് നാം ഒക്കെ വീട്ടിൽ അടച്ചിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങാൻ കഴിയാതെ കൊറോണ എന്ന് പറയുന്ന നമ്മുടെ കണ്ണുകൊണ്ട് പോലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ബാക്ടീരിയ കാരണം നമ്മുടെ കമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു, മസ്ജിദുകൾ അടഞ്ഞു കിടന്നു, വീടിൻ്റെ ഉൾത്തടങ്ങളിൽ മനുഷ്യൻ അകപ്പെട്ടു പോയി. പ്രവാസത്തിൽ നിന്ന് വരുന്നവർ 40-50 ദിവസമൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ മാറി ക്വാറന്റൈനിലിരുന്ന് വളരെ ഭീകരമായ ഒരവസ്ഥയിലൂടെയാണ് നാം കടന്നുപോയത്. 4 വർഷങ്ങൾ പുറകോട്ട് പോകുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ, അതിനിപ്പുറം മുന്നിലേക്ക് സഞ്ചരിച്ച നമ്മൾ മറന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഏവർക്കും അറിയാം, കൊറോണയ്ക്ക് മുമ്പ് വരെ വലിയ ആർഭാട രീതിയിലൊക്കെ വിവാഹബന്ധങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇന്ന് നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഭക്ഷണം കിട്ടാതെ പൊട്ടിയ വയറുമായി എല്ലൊന്തിയ ശരീരമായി നടക്കുമ്പോൾ നമ്മളൊക്കെ അനാവശ്യമായി വളരെ വലിയ വിശാലമായ ആർഭാടമായ പൈസ ചെലവാക്കിയുള്ള കല്യാണങ്ങളൊക്കെ നടത്തും. എന്നിട്ട് ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് വേസ്റ്റ് വരുന്നത് മാലിന്യ കൂമ്പാരത്തിലേക്ക് തള്ളി, അങ്ങനെയൊക്കെ ഒരുപാട് ധൂർത്തും ആർഭാടവും ഒക്കെ കാണിച്ചിരുന്ന മുസ്ലിം സമുദായത്തിന്റെ മുന്നിലാണ് ഇന്ന് പലസ്തീന്റെ കുഞ്ഞുങ്ങളുള്ളത്. നാം ഇതുമൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കൊറോണ എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് നമ്മുടെ മുന്നിൽ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ നാം അതിനെ കാണുകയാണ്. കാരണം കൊറോണ സമയത്ത് നമ്മുടെ വിവാഹങ്ങളൊക്കെ ലളിതമായി, ജീവിത ചെലവ് ചുരുങ്ങി, ജീവിക്കാൻ പഠിച്ചു. ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടവരൊക്കെ സ്വയം സംരംഭകരായിട്ട് മാറി. ഒരുപാട് പേര് വിവിധയിനം കൃഷിയിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് വീടുകളിൽ, വീടിന്റെ തോട്ടങ്ങളിൽ അടുക്കളത്തോട്ടങ്ങളുണ്ടായി, പച്ചക്കറി തോട്ടങ്ങളുണ്ടായി, അതിലേക്ക് ജനങ്ങൾ ഇറങ്ങി. അതുപോലെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ഓൺലൈനായി, അങ്ങനെയും പഠിക്കാം എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. നമ്മുടെ ജുമാകളൊക്കെ വീട്ടിലേക്ക് ളുഹർ നമസ്കാരമായിട്ട് ചുരുങ്ങി. അപ്പോൾ മനുഷ്യന് പരസ്പരം കാണാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാസ്ക് വരെ ഇട്ട് നമ്മൾ അത്രത്തോളം ബന്ധുക്കൾക്കിടയിൽ പോലും, ഭാര്യമാർക്കിടയിൽ പോലും നാം അകലം പാലിച്ച ഒരു സമയമായിരുന്നു കൊറോണ സമയം. ഞാൻ ഇന്നിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സമകാലിക പ്രസക്തിയുള്ള ഈ ലോകത്ത് കൊറോണ എന്ന സംഭവം നാം ഒക്കെ മറന്നുപോയ രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വീണ്ടും അനാചാരങ്ങളും അതുപോലെ വേണ്ടാത്ത പലവിധമായ കാര്യങ്ങളും മാമൂലുകളും ഒക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം, ഒരു വ്യക്തി കല്യാണം കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ ഒരു മകളെ വിവാഹം കഴിച്ച് അയക്കുന്നതോടുകൂടി ഒരു ചെറിയ കുടുംബത്തിൽപ്പെട്ട ഒരു പിതാവിന്റെ ബാധ്യത എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിലെ സ്വർണത്തിന്റെയും അതുപോലെ സ്ത്രീധനത്തിന്റെയും അതുപോലെ വണ്ടിയുടെയും ഒക്കെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു എമൗണ്ട് തന്നെ, ഒരു ആയുഷ്കാലം മുഴുവനും പണിയെടുത്താൽ തീരാത്ത രീതിയിൽ അത്രയും കടങ്ങളിലേക്ക് ചെറിയ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ അച്ഛന്മാര് പോയി, വാപ്പമാര് പോയി. എന്താണ് അതിന് കാരണം? നമ്മുടെ നാട്ടിൽ നമ്മൾ അനാവശ്യമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാമൂലുകളാണ്. ഈ വടക്കൻ പ്രദേശങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം, മുട്ടായി കൊടുക്കൽ ചടങ്ങ് എന്ന് പറഞ്ഞ ചെറിയ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന പരിപാടിക്ക് ഇന്ന് വളരെ ആർഭാടമായി, അതിന് തന്നെ നല്ലൊരു തുക ചെലവാകുന്ന രീതിയിലേക്ക് മാറിപ്പോയി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ഒരു കുറവായിട്ട് നമ്മൾ കണക്കാക്കാൻ തുടങ്ങി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും, ഈ ആര് എന്ത് വിചാരിക്കും എന്നുള്ളിടത്താണ് നമ്മുടെ പ്രതിരോധ ഘട്ടം തുടങ്ങുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നാം ചെലവാക്കാൻ പഠിച്ചില്ലെങ്കിൽ, മറ്റുള്ളവര് ചെയ്യുന്നത് പോലെ നാം ചെയ്യാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ, അതാ നമ്മുടെ ബാധ്യതകൾ കൂടുന്നതായിരിക്കും പരിണിതമായ ഫലം പിന്നീട് ഉണ്ടാവുക. ഒരു മനുഷ്യൻ തൻ്റെ ജീവിത അവസാനം വരെ അന്വേഷിച്ചാലും ആയുസ്
എത്തുന്നത് വരെ പണിയെടുത്താലും തീരാത്ത രീതിയിൽ കടം മാത്രം ബാക്കി വെക്കുന്ന കല്യാണങ്ങളിലേക്ക് നാം എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാമൂലുകളാണ്. അവര് ചെയ്യുന്നത് കൊണ്ട് നമുക്കും അത് ചെയ്യണമെന്ന സ്ഥിരം പല്ലവി മാറ്റിവെച്ച് അവനവന്റെ യഥേഷ്ട ഇച്ഛയ്ക്കനുസരിച്ച് അവനവന്റെ കുക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ മാത്രം തന്റെ മക്കളെ സ്ത്രീധനം ചോദിക്കാത്ത, അതുപോലെ പൈസ ചോദിക്കാത്ത, മഹർ കൊടുത്ത് വിവാഹം കഴിക്കാൻ താങ്കളുടെ മകളെ ആണ് ഞാൻ സ്വീകരിക്കുന്നത് തന്റെ ഇടത്തോടെ ആർജവത്തോട് പറയാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രം സ്വന്തം മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നാമൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിൽ ദുബായിലും ഷാർജയിലും അതുപോലെ നമ്മുടെ നാടുകളിലും കൊല്ലം ജില്ലയിൽ അതുപോലെ തൃശ്ശൂര് പല സ്ഥലങ്ങളിലും പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഭർതൃപീഡനം കാരണം എത്രയോ പെൺകുട്ടികൾ പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് കടന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെയൊക്കെ കാരണം എവിടെയാണ്? ബേസിക് എവിടെയാണ്? ഇവരെയൊന്നും വെറുതെ അങ്ങ് കെട്ടിച്ചു വിട്ടതല്ല. സുഖാഡംബരങ്ങളുടെ അങ്ങേയറ്റമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ വലിയ രീതിയിൽ വലിയ ആർഭാടത്തോടു കൂടി പണവും സ്വർണവും എല്ലാം കൊടുത്തുകൊണ്ടാണ് അവർ വിവാഹം കഴിച്ചയച്ചത് എന്ന് അവരുടെ മരണം കാണുമ്പോൾ നമുക്ക് വലിയൊരു വിരോധ ആഭാസമായി തോന്നും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള അനീതികളൊക്കെ തുടങ്ങി വെച്ചത് ആരോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ നാം ഏറ്റുപിടിച്ച് അത് നമ്മുടെ മാനാഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ നാം ഏറ്റെടുത്ത് നമ്മുടെ ജീവിതവുമായി ഇഴുകിച്ചേർത്ത് പോകുമ്പോഴാണ് നമുക്ക് പിന്നീട് ബാധ്യതകളിലേക്കും അതുപോലെ സമാധാനമില്ലാത്ത അവസ്ഥകളിലേക്കും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സമകാലികമായ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു അനാചാരമാണ് ഈ സ്ത്രീധനവും. അവരിപ്പോഴും ഈ സമയത്തും നിലനിൽക്കുന്ന സ്വന്തം പെൺകുട്ടികളുടെ അനുവാദം പോലും ചോദിക്കാതെ ഇന്നത്തെ കാലഘട്ടത്തിലും അവരുടെ ഇഷ്ടം ചോദിക്കാതെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് 18 വർഷം വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ സ്വന്തം ജീവനേക്കാളപ്പുറം സ്നേഹിച്ച മകളെ ഒരു പരിചയവുമില്ലാത്ത ഒരാളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ തന്റെ മകളുടെ സമ്മതം പോലും ചോദിക്കാതെ അവന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായാലും അതുപോലെ ഉന്നതതല ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഭർത്താക്കന്മാർ കാരണം മരണപ്പെടേണ്ടി വന്ന, ആയുസ് എത്തുന്നതിന് മുമ്പ് മരണപ്പെടേണ്ടി വന്ന എത്രയോ പെൺകുട്ടികൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മളതെല്ലാം നോക്കിക്കാണേണ്ട വസ്തുതയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു സന്ദേശമാണ് മനസാക്ഷിക്ക് മുന്നിൽ വെക്കുന്നത്. കാരണം ഈ 20 വയസ്സ് വരെ നോക്കി വളർത്തിയ ഒരു പെൺകുട്ടി എന്ത് ധൈര്യത്തിലാണ് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഒരറിവും ഒരു തിരക്കലും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലാതെ പറഞ്ഞുവിടുക. അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു ധൂർത്താണ് ഭക്ഷണത്തിലെ ധൂർത്ത്. ഇന്ന് പല വീടുകളിലും സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്ന വീടുകളിൽ പോലും ഇന്ന് ഫാസ്റ്റ് ഫുഡിന് അടിമപ്പെട്ട് വൈകുന്നേരമായി കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിൽ പോയി വരിയായി നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥ. അത് വെറും സ്ഥിരമായി ഇങ്ങനെ നാം ഫാസ്റ്റ് ഫുഡ് മേഖലയിലേക്ക് പോയതും ഈ കൊറോണയ്ക്ക് ശേഷം വന്ന ഒരു വിരോധ ആഭാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രയോ രോഗങ്ങൾ നാം കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് വാർത്തയിലൊക്കെ വായിച്ചതാണ്. മഞ്ഞപ്പിത്തം കാരണം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ചില 2-3 വ്യക്തികൾ മരണപ്പെട്ടു. ഞാൻ ഹോട്ടലുകാരെ കുറ്റപ്പെടുത്തുകയല്ല. അവരുടെയൊക്കെ ഭക്ഷണം നല്ലതാണ്, നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. പക്ഷേ അമിതമായാൽ എല്ലാം അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ അങ്ങനെ പല രീതിയിലും നമ്മുടെ ധൂർത്ത് ആഭാസത്തരം ഒക്കെ വെളിവാകാൻ തുടങ്ങി ഈ കൊറോണയ്ക്ക് ശേഷം. അതുപോലെ എന്തെല്ലാം ചടങ്ങുകളാണ്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഒരു വയറ് കാണൽ ചടങ്ങ്, അത് കഴിഞ്ഞ് വേറൊരു ചടങ്ങ്, അങ്ങനെ എന്തെല്ലാം ചടങ്ങുകൾ ഈ സാധാരണക്കാരനെ കൊണ്ട് താങ്ങാത്ത രീതിയിൽ പല വിധത്തിലുള്ള ധൂർത്തും കോമാളിത്തരങ്ങളുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് പ്രധാനമായി വിവാഹ വേദികളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന കോമാളികളെ കൊണ്ടുവന്നിട്ട് തുള്ളിക്കുക, അങ്ങനെ ഡാൻസ് കളിപ്പിക്കുക. മുസ്ലിം സമുദായത്തിന്റെ ആഭാസം എത്രയോ അതിക്രമിച്ചു എന്നതിനുള്ള തെളിവാണിതൊക്കെ. കാരണം ഏറ്റവും മനോഹരമായ ഒരു കർമ്മം, നിക്കാഹ് കർമ്മം നടക്കുന്ന സദസ്സിൽ പണ്ഡിതന്മാരെയും മറ്റുള്ളവരെയും ഒക്കെ സാക്ഷിയാക്കിക്കൊണ്ട് അവരെയൊക്കെ നോക്കുകുത്തികളായി ഇരുത്തിക്കൊണ്ട് എന്താ പറയുക, മറ്റുള്ള ഈ സ്ത്രീകളുടെ പെറ്റിക്കോട്ടടക്കം ഇട്ടുകൊണ്ട് പുരുഷന്മാരിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ലോകം മാറിപ്പോയി.
ഒരു നേരത്തെ അന്നം കിട്ടാതെ പല കോണുകളിലും മനുഷ്യ കുഞ്ഞുങ്ങൾ പടഞ്ഞു മരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അല്പത്തരം കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ മൊത്തം പറയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ സമകാലികമായ ഈ ഒരു സമയത്തെ ജനങ്ങളുടെ ഒരു മനോവിശേഷം മാറിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഈ നബരന്റെ സങ്കടം കേൾക്കാൻ ആർക്കാണ് സമയം? നാം എല്ലാവരും വിരൽത്തുമ്പിന്റെ മതിഭ്രമതയിൽ വിസ്മരിക്കുന്ന ഒരു ലോകത്താണ് നാം ഉള്ളത്. നമുക്ക് ഏവർക്കും അറിയാം, സൈബറിടങ്ങളിലാണ് നാം. സൈബറിടങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കി, താഴേക്കിറങ്ങി ഭൂമിയുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഓരങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, അന്നത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായത്തിന് വേണ്ടി കൈകൂപ്പുന്ന ആളുകളെ നാം നോക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ എത്രയോ കാര്യങ്ങൾ നാം ദൈനംദിനം കാണുന്നതാണ്. പക്ഷേ ഇന്ന് ഏറ്റവും അധപ്പതിച്ച മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ ഇടങ്ങളിൽ, നമ്മുടെ കൺമുൻപിൽ ഒരു അപകടം നടന്നാൽ, ഒരു ആക്സിഡന്റ് നടന്നാൽ ആദ്യം ഓണാക്കുന്നതും ലൈവ് ഇടുന്നതും ആദ്യം അത് റിപ്പോർട്ട് ചെയ്യുന്നത് ബ്ലോഗർ ഞാനായിരിക്കണം എന്നുള്ള രീതിയിൽ ഇന്ന് പല ആളുകളും അത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അതുപോലെ അദ്ദേഹത്തിന് വേണ്ട വൈദ്യസഹായം എത്തിക്കാനോ ഇന്ന് പലരും തയ്യാറാകുന്നില്ല. അതിൻ്റെയൊക്കെ കാരണം നാം നോക്കുമ്പോൾ നമ്മുടെ മനുഷ്യ മനസാക്ഷി ഇന്ന് എത്രയോ മരവിച്ചു പോയി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമകാലികമായി നാം കണ്ടുവരുന്ന മറ്റൊരു അവസ്ഥാവിശേഷമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ നാം കേട്ടുകേൾവിയില്ലാത്ത പല സംസ്കാരങ്ങളും പല കാര്യങ്ങളും, അതായത് മറ്റ് വിദ്വേഷമായ പല പരാമർശങ്ങളും പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് നമ്മുടെ മുന്നിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ കേരളം എത്രയോ സുന്ദരമായ, എത്രയോ സുമുഖമായ, എത്രയോ സൗഹാർദ്ദപരമായ സാഹോദര്യത്തിന്റെ ഉറവിടമായിരുന്നു നമ്മുടെ ജില്ലകളും അതുപോലെ ഇതര ജില്ലകളും. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് നല്ല മനസ്സോടുകൂടി നല്ല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷെ ഇന്നൊക്കെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വക്താക്കൾ വന്നുകൊണ്ട് കേരള ജനതയോട് മറ്റുള്ള രീതിയിലൊക്കെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ കേരളം ഒറ്റക്കെട്ടായി അതിനെ നേരിടും, അതിന് ഒരു സംശയമില്ല. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പോലും വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുന്ന പല ശക്തികളും ഇന്ന് ഉണ്ട്. കേരളം എന്ന് പറഞ്ഞാൽ അത്രമേൽ സുന്ദരമായ മറ്റൊരു സ്ഥലം. മതസൗഹാർദ്ദത്തിനായാലും സാഹോദര്യത്തിനായാലും ഒത്തുചേരലിനായാലും എല്ലാ കാര്യങ്ങൾക്കും മലയാളി എന്നും ഒറ്റക്കെട്ടായിരിക്കും. നമുക്ക് എവർക്കും അറിയാം, അബ്ദുറഹീമിന്റെ കാര്യം വന്നപ്പോൾ ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്ന് തന്റെ കൈ അറിയാതെ ഒരു കയ്യബദ്ധം വന്ന് ഒരു കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വർഷങ്ങളോളം ജയിലിൽ കിടക്കുകയാണ്. അവസാനം അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചിറങ്ങുകയും ബഹുമാനപ്പെട്ട ബോച്ചെ എന്ന് പറയുന്ന ഒരു പ്രമുഖമായ വ്യാപാരി അതിന് നേതൃത്വം കൊടുക്കുകയും ഏകദേശം 48 കോടിയോളം രൂപ പല ദിവസങ്ങളിലായി കേരളം മൊത്തം ക്യാമ്പയിൻ നടത്തുകയും പിരിച്ചെടുക്കുകയും അദ്ദേഹത്തിന്റെ മോചനം സാധ്യമാക്കുന്നതിന് വേണ്ടി അവര് ഇടപെടുകയും കണിശമായി അതിൽ കണ്ണിങ്ങായി എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ കൃത്യമായി അതിന്റെ ആസൂത്രണത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിമിഷപ്രിയ എന്ന് പറഞ്ഞൊരു സഹോദരി, അവർ ചെയ്ത കുറ്റം എന്തോ ആയിക്കോട്ടെ, നാം അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു മനുഷ്യ ജീവന്റെ വില അത് എത്രത്തോളം മഹത്തരമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പല ഇടപെടലുകളും നടക്കുകയും നമ്മുടെ എംബസിയും അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട വിദേശകാര്യ വകുപ്പും എല്ലാ ആളുകളും ബന്ധപ്പെട്ടിട്ടും അതിന്റെ കാര്യത്തിൽ ആ തൂക്ക് വിധി നടപ്പാകുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ കേരളത്തിന്റെ സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ AP ഉസ്താദ്, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കൂടിയായ നമ്മുടെ ഉസ്താദ് അവർകൾ ഇടപെടുകയും ഒരു ദിവസത്തേക്ക് താൽക്കാലികമായി ആ വധശിക്ഷ നീട്ടിവെപ്പിക്കുകയും ചെയ്തു. അത് നീട്ടിവെപ്പിച്ചു എന്നതിലല്ല, അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ആ സ്ത്രീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് ആദർശത്തിലോ ഏത് വിശ്വാസത്തിലോ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, അവർ കുറ്റം ചെയ്തോ ഇല്ലയോ ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടു എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ ഒരു വിഷയം വലിയ ചർച്ചയാവുകയും അതിന് എതിരായി ഒരുപാട് അഭിപ്രായങ്ങൾ വരികയും ആ തൂക്കുവിധി നടപ്പാക്കണം എന്നുള്ള രീതിയിൽ അബ്ദുൽ ഫത്താഹ് മഹദി എന്ന് പറയുന്ന
ആ സ്ത്രീ കൊന്നു എന്ന് പറയപ്പെടുന്ന സഹോദരന്റെ പോസ്റ്റിലേക്ക് പോയിട്ട്, FB പോസ്റ്റിലേക്ക് പോയിട്ട് കേരളത്തിൽ നിന്നടക്കം പല വിഘടനവാദികളും പല പോസ്റ്റുകളും ഇട്ട് പല കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് ആദ്യമായിട്ടൊന്നുമല്ല വാർത്തയാകുന്നത്. പല രീതിയിലും പല ആളുകളുടെ വിഷയത്തിലും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും മനുഷ്യത്വപരമായ ഇടപെടലാണ് തീർത്തും ഉസ്താദ് നടത്തിയത്. നമ്മളൊക്കെ ശശി തരൂരിനെയൊക്കെ നമ്മൾ വിളിക്കും ആഗോള പൗരൻ എന്നൊക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ തന്റെ ആഗോളമായ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തും ആഗോള പൗരൻ എന്ന വിളിക്ക് ഏറ്റവും മറവനാണ് AP ഉസ്താദ്. കാരണം അവിടുത്തെ ഗോത്രത്തലവന്മാരുമായി നമ്മുടെ എംബസിക്ക് നമ്മുടെ നയതന്ത്ര ബന്ധത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് ഗോത്രത്തലവന്മാരുമായി ബന്ധപ്പെട്ട് യമനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വകാര്യമായ ചർച്ചകൾ നടത്തി അവിടുത്തെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വിപ്ലവകരമായ ഒരു പ്രവർത്തനമാണ് ഉസ്താദ് അവർ നടത്തിയത്. അങ്ങനെ നടത്തിയതിന്റെ ഫലമായിട്ട് ആ സ്ത്രീയുടെ വധശിക്ഷ റദ്ദാക്കുകയും അപ്പൊ അതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന രീതിയിലാണ് നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് നാം കാണുന്നത്. എത്ര അഭിനന്ദനാർഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നതിന് പകരം അതിന്റെ കൂടെ നിൽക്കേണ്ട ഒരു സമയം, ഒരു വ്യക്തിവിരോധം തീർക്കേണ്ട ഒരു സമയമായിട്ട് കണക്കാക്കുന്ന പല വിഘടനവാദികളും മറ്റു പല ആശയക്കാരും മറ്റു പല തൽപര കക്ഷികളും മറ്റു പല ചിന്താഗതിക്കാരും ഒരുമിച്ച് നിന്ന ഒരു സമയമാണ് ഈ AP ഉസ്താദിന്റെ ഈ ഇടപെടൽ കാരണം അന്ന് നാം കാണേണ്ടി വന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. കേരളമൊട്ടാകെ, ഇന്ത്യയൊട്ടാകെ, ലോകരാജ്യങ്ങളൊട്ടാകെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്ന വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ തന്റെ നേരെ വന്ന കല്ലുകളെ പറക്കി കൂട്ടിവെച്ച് മർക്കസ് നോളജ് സിറ്റി പോലുള്ള അതിമഹത്തരമായ സ്ഥാപനങ്ങൾ, യതീമായ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സേവനപ്രദമായ ഡയാലിസിസ് സെന്ററുകൾ, അതുപോലെ യുനാനി മെഡിക്കൽ കോളേജുകൾ, ലോ കോളേജുകൾ, അതുപോലെ MBBS പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ മർക്കസിൽ നിന്ന് പഠിച്ച് ബിരുദമെടുത്ത് ഇറങ്ങിയ എത്രയോ അഡ്വക്കേറ്റുമാരും ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ദീനീ വിജ്ഞാനത്തിലും അഗ്രഗണ്യന്മാരായ സ്പാനിഷ് അടക്കം ഇംഗ്ലീഷ് വരെ നല്ല ഫ്ലുവൻ്റ് ആയി സംസാരിക്കുന്ന ഒരു പറ്റം യുവത്വത്തെ ദീനീ വിജ്ഞാന മേഖലയിൽ, പ്രബോധന മേഖലയിലൊക്കെ വാർത്തെടുത്ത ഒരു മഹാമനീഷി കൂടിയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ സമകാലികമായി നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളായതുകൊണ്ട് ഇവിടെ നാം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിന മേഖലയിലെ ജോലി സംബന്ധമായ വിഷയങ്ങൾ. ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ജോലിയില്ലാത്ത ഒരവസ്ഥയാണുള്ളത്. എല്ലാവരും പ്രവാസത്തിലേക്ക് ചേക്കേറുകയാണ്. ഒരു 18 വയസ്സ് 20 വയസ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പഠിച്ച് ഇവിടെ നിന്നാൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന ഒരു പൊതുബോധം ഉണ്ടായ എത്രയോ യുവാക്കളാണ് ഗൾഫ് രാജ്യങ്ങളിലെത്തി അധ്വാനിച്ച് കുടുംബം പോറ്റേണ്ട ഒരു രീതിയിലേക്ക് എത്തിയത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ MA അതുപോലെ BA വളരെ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഈ കൊറോണയ്ക്ക് ശേഷം ജോലിയില്ലാത്തൊരു സാഹചര്യത്തിൽ പലരും അതൊരു പോസിറ്റീവായ വശവുമുണ്ട്, അതിലൊരു നെഗറ്റീവായ വശവുമുണ്ട്. കാരണം പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ട സമയത്ത് എന്റർപ്രണർഷിപ്പിലേക്ക് പലരും കടന്നു വന്നു, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലേക്ക് പലരും കടന്നു വന്നു. അതേപോലെ തന്നെ നാട്ടിലെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ പലരും ഗൾഫിലേക്ക് എത്തിപ്പെട്ടവരും ഉണ്ട്. അങ്ങനെ പല പോസിറ്റീവും നെഗറ്റീവും കലർന്നതാണ് ഈ കോവിഡ് ജീവിതം എന്ന് പറയുന്നത്. കോവിഡാനന്തര കാലഘട്ടം എന്ന് പറയുമ്പോൾ കോവിഡിന് മുമ്പുള്ള കാലഘട്ടവും കോവിഡാനന്തര കാലഘട്ടവും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പല ആളുകളുടെയും സാമ്പത്തിക സ്ഥിതി, അതുപോലെ പല ആൾക്കാരുടെയും മാനസികമായ പിരിമുറുക്കങ്ങൾ ഒക്കെ സംഭവിച്ചതും ഇല്ലാതായതുമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കോവിഡിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞത്. പല ആളുകളും സാമ്പത്തികമായി പല ഉന്നതിയിൽ നിന്ന ആളുകളും തന്റെ ബിസിനസ്സുകളൊക്കെ തകർന്നു പോയ സമയങ്ങളാണ് കോവിഡിന്റെ സമയം എന്ന് പറഞ്ഞത്. അതേസമയം തന്നെ കോവിഡിന്റെ സമയത്ത് നമുക്ക് മറ്റു പല മനസാക്ഷിയുള്ള ആളുകളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. കോവിഡിന്റെ സമയത്ത്, അതുപോലെ പ്രളയം വന്ന സമയത്ത്, കോവിഡ് പറയുമ്പോൾ അതിനു മുമ്പ് നടന്ന പ്രളയം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. പ്രളയം എന്ന് പറഞ്ഞാൽ കേരളം ഏകദേശം ഒരു 2-3 പ്രളയം
ഈ പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് നാം കണ്ടു. അദ്ദേഹം കയറിയതിനു ശേഷം പ്രളയം എന്ന് പറഞ്ഞൊരു മഹാമാരി, അതുപോലെ കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി, അങ്ങനെ എന്തെല്ലാം ദുസ്സൂചനകളും ദുസ്സംഭവങ്ങളും നടന്ന അതിനെയൊക്കെ വളരെ കണിശമായി നേരിട്ടൊരു സർക്കാർ കൂടിയാണ് കേട്ടോ. നാം പല വിമർശനങ്ങൾ ഉന്നയിക്കുമെങ്കിലും ചില പോസിറ്റീവായ കാര്യങ്ങൾ കൂടി നാം വിമർശനങ്ങളും വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളും പറയലാണല്ലോ പ്രതിപക്ഷം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രതിപക്ഷമായി നിൽക്കുകയാണ് എപ്പോഴും. ഒരു പ്രതിപക്ഷമായി നിൽക്കുമ്പോഴാണ് ഒരു നല്ല ഭരണപക്ഷം ഉണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിൽ ഓരോ പൗരനും ഒരു ഭരണപക്ഷമുണ്ടെങ്കിൽ ഒരു പ്രതിപക്ഷമായി നിന്നുകൊണ്ട് സർക്കാരിന്റെ ന്യൂനതകളും സർക്കാരിന്റെ നല്ല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നാം ചൂണ്ടിക്കാണിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഒരു പൊതു പൗരന്റെ ബോധം കൂടിയാണ് നമ്മുടെ ചൂണ്ടിക്കാണിക്കലുകൾ. അപ്പോൾ അങ്ങനെ പ്രളയ സമയത്ത് നൗഷാദ് എന്ന് പറയുന്ന ഒരു വ്യാപാരി, കൊച്ചിയിൽ സിറ്റിയിൽ കച്ചവടം ചെയ്യുന്ന ഒരു വ്യാപാരി, ആളുകൾക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എല്ലാം നഷ്ടപ്പെട്ട, പ്രളയം വന്ന് എല്ലാം കൊണ്ടുപോയ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കടയിലേക്ക് കുറച്ച് ആളുകള് പിരിവിന് വേണ്ടി ചെല്ലുന്ന സന്ദർഭത്തിൽ, വസ്ത്രങ്ങൾ ചോദിച്ച സന്ദർഭത്തിൽ ഒരു കട മൊത്തം അവർക്ക് വിട്ടുകൊടുത്ത് മാതൃകയായ ഒരു മനുഷ്യനാണ് നൗഷാദ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും പോയാണ് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ അടുത്തുള്ള കടക്കാരെ നമ്മൾ നോക്കാറില്ല. നമ്മുടെ പലചരക്ക് കടക്കാരായിക്കോട്ടെ, നമ്മുടെ അടുത്തുള്ള ഒരു ചെറിയ ചായപ്പീടിക ആയിക്കോട്ടെ, അങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങളെ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. കാരണം ഈ പ്രളയവും കോവിഡും മഹാമാരിയും ഒക്കെ വന്ന സമയത്ത് വലിയ വലിയ കോർപ്പറേറ്റ് അതുപോലെ ഓൺലൈൻ സേവനദാതാക്കളൊന്നും നമ്മുടെ വീട്ടുപടിക്കൽ സാധനം കൊണ്ടുതരാൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് കൊറോണ കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നെങ്കിലും ഈ സമയത്ത് അതൊക്കെ നമ്മൾ റീവാഷ് ചെയ്ത് വീണ്ടും ഓൺലൈൻ സേവനദാതാക്കളുടെ പിറകെ തന്നെ പോയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെറിയ കച്ചവടക്കാരെ എപ്പോഴും ചേർത്ത് പിടിക്കുക. കാരണം അവര് ഉള്ളത് കൊണ്ടാണ് ആ സമയത്തൊക്കെ പട്ടിണിയില്ലാതെ നമ്മുടെ വീടുകൾ കഴിഞ്ഞത്. ആ സമയത്ത് പല കടകളിൽ നിന്നും പറ്റു വാങ്ങിച്ചവർ ഇന്നും ഈ അടുത്ത സമയങ്ങളിൽ വരെ അത് വീട്ടിൽ തീർത്ത ആളുകളുണ്ട്. കാരണം അത്രത്തോളം മനോഹരമായ ഒരു ബന്ധം അങ്ങനെ നമ്മുടെ നാട്ടിടവഴികളിലെ ആൾക്കാരുമായിട്ട് നമുക്ക് തീർക്കാനും ഈ ഒരു കൊറോണ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ വലിയ അഭിനന്ദനം അറിയിക്കുന്നതും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഈ പ്രളയ സമയത്ത് എന്ന് പറഞ്ഞാല് എത്രയോ ആളുകൾ വസിക്കുന്ന എത്രയോ സ്ഥലങ്ങളിൽ നാം എല്ലാവരും വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന നമ്മുടെ ജില്ലയായ കൊല്ലം ജില്ലയിൽ നിന്ന് വടക്കൻ സംസ്ഥാനങ്ങളിലല്ല, വടക്കൻ ജില്ലകളിലൊക്കെ വളരെ വലിയ പ്രളയമുണ്ടായ സമയത്ത് കൊല്ലം ജില്ലയിലുള്ള മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിൽ അവര് എല്ലാവരും ഒരേ മനസ്സോടുകൂടി അവിടെ എത്തുകയും ആളുകളെ രക്ഷപ്പെടുത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വളരെ വലിയൊരു കാര്യമാണ് സന്നദ്ധ സംഘടനകൾ, ICF-ന്റെയും SSF-ന്റെയും SYS-ന്റെയും അതുപോലെ SKSSF-ന്റെയും മുസ്ലിം യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ, അതുപോലെ SDPI ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ പേരിൽ പ്രവർത്തിക്കുന്ന ആ സേവനം ചെയ്യുന്ന ജനങ്ങൾക്കിടയിലേക്ക് സേവനം ചെയ്യുന്ന ആളുകളായിട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജാതിയോ മതമോ വർണ്ണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചോ അല്ലാതെ ഒരു മനുഷ്യനെ സഹായിക്കേണ്ട സമയം എങ്ങനെയാണ്, ആ നേരം എങ്ങനെയാണ് നാം പ്രവർത്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചെല്ലുകയും അവിടെ ചെന്നുകൊണ്ട് പിന്നെ പ്രിയപ്പെട്ടവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ വീടുകൾ വൃത്തിയാക്കാനും ദിവസങ്ങളോളം എടുത്തുകൊണ്ട് ആ വീട് വൃത്തിയാക്കുകയും അവിടെ ശുദ്ധീകരിക്കുകയും അവർക്ക് വാസയോഗ്യമാക്കി അത് തിരിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു സന്ദർഭം നമുക്ക് മുന്നിൽ ഉണ്ട്. നമുക്കതൊന്നും മറക്കാൻ കഴിയില്ല. നാം അതൊക്കെ മറന്നുപോയാൽ നാം മനുഷ്യരല്ല. അതുപോലെ ആ സമയത്ത്, ആ പ്രളയമുണ്ടായ സമയത്ത് ഏതെല്ലാം രീതിയിലുള്ള ആളുകൾ മരണപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മുടെ പള്ളികള്, അതുപോലെ നമ്മുടെ തൈക്കാവുകള്, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തിന്റെ ആയാലും മറ്റുള്ള ആളുകളുടേതായാലും ഒക്കെ വിട്ടുകൊടുത്തുകൊണ്ട് മരിച്ചുപോയ ജനങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം, താമസിക്കാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം, അതുപോലെ 2 നില വീടുകളുള്ള ആളുകൾ അത് തുറന്നു കൊടുക്കുകയാണ്. മനുഷ്യർ വന്നിട്ട് എവിടെയുള്ള ഊരോ പേരോ ജാതിയോ വർണ്ണമോ ഒന്നും അറിയാത്ത ആളുകൾ വന്നിട്ട് അവിടെ താമസിക്കുകയാണ്. 2ാമത്തെ നിലയിൽ താമസിച്ചിട്ട് അവരുടെ ആ സമയത്തുള്ള ആ മനോവിഷമം മാറ്റുകയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം. ഈ അടുത്ത സമയത്ത് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം,
അത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. നമ്മുടെ സമകാലികമായി നമ്മുടെ ഈ അടുത്ത് നടന്നൊരു സംഭവമാണ്. അത് നമുക്ക് ഏവർക്കും അറിയാം. ആ ഒരു സംഭവം ഉണ്ടായത് ജനങ്ങളെല്ലാവരും അർദ്ധ രാത്രിയിൽ നാളത്തെ പുലരിയെ സ്വപ്നം കണ്ട്, നാളെ പണിക്ക് പോകേണ്ടവരുണ്ടാകും, നാളെ കല്യാണ ഫംഗ്ഷന് പോകേണ്ടവരുണ്ടാവും, നാളെ ടൂറ് പോകേണ്ടവരുണ്ടാവും, അതുപോലെ നാളെ ഹോസ്പിറ്റലിലേക്ക് മറ്റു പല ആവശ്യങ്ങൾക്ക് പോകേണ്ടവരുണ്ടാവും, ഉറ്റവര് വിദേശത്തുള്ളവരുണ്ടാകും. എല്ലാവരുമായിട്ട് സംസാരിച്ച് നാളെ കാണാമെന്ന് പറഞ്ഞ് പലരുമായും പൈസ ഇടപാടുകൾ ഉള്ളവരുണ്ടാവും, സാമ്പത്തികമായി പലർക്കും ഇടപാടുകൾ ഉള്ളവരുണ്ടാവും. അങ്ങനെ പല സ്ഥലങ്ങളിൽ എത്തിപ്പെടേണ്ട ആളുകളുണ്ടാവും. അതുപോലെ തലസ്ഥാന നഗരിയിൽ ജോലിയുള്ളവരുണ്ടാവും. അതുപോലെ കോഴിക്കോടൻ മേഖലയിലേക്ക് പോകേണ്ടവരുണ്ടാകും. പല സ്ഥലങ്ങളിൽ പല രീതിയിലും എത്തിപ്പെടേണ്ട ആളുകൾ അർദ്ധരാത്രി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഏകദേശം സുബഹിനോടടുക്കുന്നതിന് മുമ്പ് വളരെ വലിയ ശബ്ദത്തോടു കൂടി ഉരുൾപൊട്ടുകയും ഒരു കുടുംബം ഒന്നാകെ, അല്ലെങ്കിൽ ഒരു അടയാളം പോലും ബാക്കി വെക്കാത്ത രീതിയിൽ നാമാവിശേഷമായി കൊണ്ട് പലരും മരണപ്പെട്ടു പോകുന്ന വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിൽ നൗഫൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ എല്ലാവരും മരിച്ചു. എല്ലാവരും നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരണപ്പെടുമ്പോൾ ഉള്ള വേദന നമുക്കറിയാം. അപ്പൊ എല്ലാവരും മരണപ്പെട്ടു. പേരിന് പറയാൻ അദ്ദേഹം മാത്രം ആ സ്ഥലത്തില്ലാത്തതിന്റെ പേരിൽ, വിദേശത്തായതിന്റെ പേരിൽ മരണപ്പെടാതെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം മാത്രം ബാക്കിയാകുന്ന ഒരു അവസ്ഥ എന്ത് സങ്കടകരമായ അവസ്ഥയാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്ക്, നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോ ഈ സമകാലികമായ ഈ സംഭവങ്ങളെല്ലാം നമ്മളെ എങ്ങോട്ടാണ് ചിന്തിപ്പിച്ചത്, നമ്മളെ എങ്ങോട്ടാണ് വഴി നടത്തിയത്? മനുഷ്യന്റെ മനോമുഖരങ്ങളിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അവിടെയും നമ്മുടെ ഇന്ത്യൻ ആർമി ആണെങ്കിലും വളരെ അഹോരാത്രം പണിപ്പെട്ട് ജനങ്ങളെ രക്ഷിക്കാൻ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സന്നദ്ധമായ സംഘടനകളും മനുഷ്യരും ഒക്കെ ഇറങ്ങി, എല്ലാ ആളുകളും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രളയം വന്നപ്പോഴായാലും, ഈ ചൂരൽമല ദുരന്തം വന്നപ്പോഴായാലും ഒക്കെ നമ്മൾ വിളിച്ച് കളിയാക്കുന്ന ഫ്രീക്കന്മാരെന്ന് വിളിക്കുന്ന നമ്മുടെ കുട്ടികളുണ്ടല്ലോ, നമ്മുടെ യുവാക്കളുണ്ടല്ലോ, അവരൊക്കെ വലിയ ഓഫ് റോഡ് വണ്ടികളുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന തിരക്കിൽ, ജനങ്ങളെ കണ്ടെത്തുന്ന തിരക്കിൽ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ കിട്ടിയ അവസ്ഥ, അതുപോലെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം കിട്ടിയ അവസ്ഥ, അങ്ങനെയെല്ലാം സംഭവിച്ച ചൂരൽ മുണ്ടക്കൈ ദുരന്തം, അതുപോലെ എത്രയോ ദുരന്തങ്ങൾ നമ്മുടെയൊക്കെ മുന്നിൽ നാം കണ്ടു. ഇതിൽ നിന്നൊക്കെ എന്ത് പാഠമാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊണ്ടത്? കാരണം നമ്മുടെ പണ്ടാരോ പറഞ്ഞതുപോലെ യുദ്ധം എല്ലാവർക്കും ഒരു ഹരമാണ്, അത് സ്വന്തം വീട്ടുമുറ്റത്ത് ബോംബായി പതിക്കുന്നത് വരെ. അത് ശരിയാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളിൽ, ഏതെല്ലാം രാജ്യങ്ങളിൽ, ഉക്രൈനിലായാലും മറ്റു രാജ്യങ്ങളിലായാലും അതുപോലെ ഗാസയിലാണെങ്കിലും പല സ്ഥലങ്ങളിലും പല കുട്ടികളും പല യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, ബംഗ്ലാദേശിലൊക്കെ വലിയ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട് വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. അവിടുത്തെ പ്രധാനമന്ത്രി നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. അവിടെയൊക്കെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ജനങ്ങൾ അശക്തരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ജനങ്ങൾ സഹികിടന്ന ഒരു സാഹചര്യത്തിൽ അവിടെ സ്റ്റുഡൻസിലൂടെ അവിടെ ആഭ്യന്തര വിപ്ലവം ഉണ്ടാവുകയും അവിടുത്തെ പ്രധാനമന്ത്രി പോലും ഓടി ഒളിക്കുകയും മറ്റു സ്ഥലങ്ങളിൽ അഭയം പ്രാപിക്കുകയും അങ്ങനെ പല വിവിധ പ്രശ്നങ്ങൾ നാം മുന്നിൽ കണ്ടത്. അതുപോലെ ശ്രീലങ്കയിൽ നടന്നത്, ശ്രീലങ്കയിൽ നടന്ന കലാപങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ ഈ ഗാസയിലെ പ്രശ്നത്തിലേക്കാണ് നാം പറഞ്ഞത്. ഗാസയിലെ പ്രശ്നം മാത്രമല്ല, പല രാജ്യങ്ങളിലും പല കുട്ടികളും മരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലൂടെ നാം നോക്കിക്കാണുമ്പോൾ അത് വലിയ ഒരു ഹരമായി നമുക്ക് പലർക്കും തോന്നിയേക്കാം. ശീതീകരിച്ച മുറിയിൽ ഇരുന്നു കൊണ്ട് നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വിയിലൂടെ നാം ഈ വാർത്ത കാണുകയാണ്. അതിനെന്തർത്ഥമാണുള്ളത്? ടി വിയിലൂടെ നാം കാണുമ്പോൾ ഒട്ടിയ വയറുമായി എല്ലുന്തിയ ശരീരമായി ഈ ചെറിയ കുട്ടികൾ ഈ എങ്ങോട്ടാണ് പോകേണ്ടത്? അഭയാർത്ഥിയായിട്ട് പോകാൻ പോലും ഒരു രാഷ്ട്രത്തിലേക്കും പോകാൻ കഴിയുന്നില്ല. ഒരിറ്റ് ഭക്ഷണം കിട്ടുന്നില്ല, ഒരിറ്റ് വെള്ളം കിട്ടുന്നില്ല, ശ്വസിക്കാനുള്ള വായുവിന് പോലും വല്ലാത്ത അഴുക്കിന്റെ മണമുള്ള ഒരു പ്രകൃതി അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അപ്പോഴും അവര് വിശ്വസിക്കുന്ന ഏത് ആദർശമാണോ ആ ആദർശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവരൊരിക്കലും തന്റെ ആദർശത്തിൽ നിന്ന് മാറണമെന്ന് പറയുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് മാറണമെന്ന് അവർ പറയുന്നില്ല. അവര് വിശ്വസിച്ച വിശ്വാസത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് എല്ലാം
ദൈവത്തിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ശാശ്വതമായ സമാധാനം നാളെ ഉണ്ടാകും, ഈ അനുഭവങ്ങൾക്കൊക്കെ പകരം നല്ല ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിന്റെ ഉറച്ച ആ ഈമാനിന്റെ ഭാഗമായിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ നാമൊക്കെ ഇവിടെ ഇരുന്ന് ശീതീകരിച്ച റൂമിൽ ഇരുന്നു കൊണ്ട് നല്ല സുഭിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല പട്ടുമെത്തയിൽ നല്ല സുഖസൗകര്യങ്ങളിൽ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. സുഹൃത്തുക്കളെ, നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും അവരോടൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ കഴിയണം. നാം മനുഷ്യരാണെന്നുള്ള നേര് പൂക്കണം. നാം മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്തവരാണെന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സാക്ഷിയോടെങ്കിലും നാം ഒന്ന് കാണിക്കണം. നമുക്ക് നാം മരിച്ചിട്ടില്ലെന്ന ബോധ്യം നമ്മുടെ മനസ്സാക്ഷിയോട് കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാമല്ല മരിച്ചത് എന്ന് അവരുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും. ഒരു പാട്ട് ഞാനിങ്ങനെ കേട്ടുപോവുകയാണ്. ഞങ്ങളല്ല മുസ്ലിമേ മരിച്ചത് മുസ്ലിമായ നീയാണ്. അതിനർത്ഥം എന്താണ്? നാം ഒരു ചെറുവിരൽ കൊണ്ടുപോലും ഒരു പ്രതിഷേധം അറിയിക്കുന്നില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് ആരോ പറഞ്ഞു വെച്ച വരികൾ, ഏതോ കവി പാടിയ വാക്കുകൾ ഇവിടെ പറയേണ്ടി വന്നത്, ഇവിടെ നമുക്ക് കേൾക്കേണ്ടി വന്നത്. ശരിയാണ്, ഗാസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലർക്കും പല വിഭിന്നമായ അഭിപ്രായങ്ങളുള്ളവരുണ്ടാകും. പക്ഷേ ഇവിടെ നാം നോക്കുന്നത് അഭിപ്രായങ്ങളല്ല, നാം നോക്കുന്നത് മനസ്സാക്ഷി കുത്താണ്. മറ്റുള്ള രാജ്യങ്ങളിൽ കുട്ടികൾ മരിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെയൊന്നും നാം അംഗീകരിക്കുന്നില്ല. എവിടെ എന്ത് അക്രമത്തിന് ആര് മുതിർന്നാലും, അക്രമത്തിനിരയായി ആരൊക്കെ മരണപ്പെട്ടു പോയാലും അവരോടെല്ലാം ഐക്യദാർഢ്യം കാണിക്കാനുള്ള മനസ്സും നമുക്ക് വേണം. അതുപോലെ തന്നെ ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ വന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ച് നാം പറഞ്ഞു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പല ആളുകളും പ്രവാസത്തിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു വന്ന പല ആളുകളും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു പോസിറ്റീവായ വശം ഈ കൊറോണ കൊണ്ടുണ്ടായി. കാരണം പലരും ബിസിനസ്സിലേക്ക് കിടന്നു. ചുമ്മാതിരിക്കുന്ന സന്ദർഭത്തിൽ വീട്ടുവളപ്പിലെ പല ഉൽപ്പന്നങ്ങളും കണ്ട്, വീട്ടുവളപ്പിൽ വിളയുന്ന ചക്ക കണ്ട്, അല്ലെങ്കിൽ വീട്ടുവളപ്പിൽ ഉണ്ടാകുന്ന മാങ്ങ കണ്ട് അതിനെ എങ്ങനെ ഒരു ബൈ പ്രൊഡക്റ്റ് ആക്കി, അതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് മറ്റ് കൺവേർഷൻ പ്രൊഡക്റ്റ് ആക്കി മാറ്റിക്കൊണ്ട് വിപണി സാധ്യതകൾ ഉപയോഗപ്പെടുത്തി എത്രയോ ആളുകളുണ്ട്. അതുപോലെ എനിക്കറിയാവുന്ന ഒരു കരുനാഗപ്പള്ളിക്കാരനുണ്ട്, മുജീബ് ഖാൻ എന്ന് പറയും. അദ്ദേഹം ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ വെറുതെ ഇരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ ചക്ക പിടിച്ചു നിൽക്കുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ചക്ക കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഈ ചക്ക ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ചക്ക കൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുകയും കേരളത്തിൽ എല്ലാ 365 ദിവസവും ചക്ക കിട്ടുന്ന, അല്ലെങ്കിൽ ചക്ക മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ പല ഉൽപ്പന്നങ്ങൾ, ചക്കയുടെ ഉപ്പേരി, അതുപോലെ ചക്കയിൽ നിന്ന് ഹലുവ, അങ്ങനെ ചക്കയിൽ നിന്ന് വറ്റല്, അങ്ങനെ ചക്കക്കുരുവിൽ നിന്ന് ബൈ പ്രോഡക്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി അദ്ദേഹം പലവിധമായ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് അത് ബൈ പ്രൊഡക്റ്റുകളാക്കി പല വിപണന മേഖലകളിലും മേളകളിലും കൊണ്ടുപോയി, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അതിൻ്റെ യൂണിറ്റുകൾ തുടങ്ങി ഒരുപാട് ചെറുപ്പക്കാർക്ക്, ഒരുപാട് സ്ത്രീകൾക്ക്, വനിതകൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു വലിയ സംരംഭത്തിലേക്ക് അത് എത്തി. അതൊക്കെ ഈ കൊറോണ കൊണ്ടുണ്ടായ ഒരു പോസിറ്റീവ് വശങ്ങളാണ്. അതുപോലെ കൊറോണ സമയത്ത് മൃഗപരിപാലനവുമായി ബന്ധപ്പെട്ട് നാം കൂടുതൽ അടുത്ത് നിന്നൊരു സമയമാണ്. നമുക്ക് ഇവർക്കും അറിയാം, പൂച്ച വളർത്തൽ. ഈ പൂച്ച വളർത്തൽ അത്ര വ്യാപകമല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ് കൊറോണയ്ക്ക് മുമ്പ് വരെ. പക്ഷേ കൊറോണയായി കഴിഞ്ഞപ്പോൾ ഈ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വ്യാപകമായി പല വീടുകളിലും വാങ്ങിക്കുകയും അതിന് ഭയങ്കര ഡിമാൻഡ് കൂടുകയും വില കൂടുകയും അങ്ങനെ അതിനെ വളർത്തിയിട്ട് സംരംഭകരായ പല ആളുകളുമുണ്ട്. പല ഇനത്തിൽപ്പെട്ട പല ചെറിയ പൂച്ചക്കുട്ടികളെ കൊണ്ടുവന്ന് അതിനെ വളർത്തി അതിന് വേണ്ടുന്ന പരിചരണങ്ങളും ശുശ്രൂഷകളും നൽകി അതിനെ വളർത്തി കൊണ്ടുവന്ന് അങ്ങനെ അതിനെ ഒരു ജീവിതമാർഗമായി കണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത്. എനിക്കറിയാം, ഞങ്ങളുടെ വീടുകളിലുമൊക്കെ ഞങ്ങളും ആ സമയത്ത് മൃഗങ്ങളുമായി കൂടുതൽ അടുക്കുകയും ആട്, അതുപോലെ പൂച്ച, അതുപോലെ നല്ല തത്തമ്മ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട മൃഗങ്ങളെ ഞങ്ങളും വളർത്തുകയും അതുപോലെ ഈ പരീക്ഷണങ്ങൾക്കൊക്കെ ഞങ്ങളും വിധേയമാവുകയും ചെയ്തു. കാരണം കൊറോണ സമയത്ത് നമുക്ക് ഇവർക്കും അറിയാം, ആർക്കും പണിയില്ലാത്ത ഒരു സാഹചര്യം. അന്നൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സ്ഥലങ്ങളിൽ, നമ്മുടെ പരിസരങ്ങളിലൊക്കെ സന്നദ്ധമായ സംഘടനകൾ നടത്തിയിട്ടുള്ള സേവനങ്ങളാണ്. ആ സേവനങ്ങൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു സന്ദർഭം വന്നപ്പോൾ
നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ലോക്ക്ഡൗൺ ആണ്, പുറത്തു പോകാൻ കഴിയില്ല. പോലീസ് ബന്ദോബസ്തിൽ മൊത്തം ഹൈവേയും ബ്ലോക്കായി, എല്ലാ ആരാധനാലയങ്ങളും കമ്പോളങ്ങളും കടകളും എന്ന് വേണ്ട ചതു ചർവിത കേന്ദ്രങ്ങളും അടച്ചു പൂട്ടിയിരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ വളരെ കെയറായി വളരെ കരുതലോടുകൂടി പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ പലരുടെയും അനുമതിയോടുകൂടി പോകുന്ന ഒരു സന്ദർഭമായിരുന്നു. ആ സമയത്തൊക്കെ നമുക്കറിയാം, നമ്മൾ വീടുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം എത്തിച്ചു തരാനും അതുപോലെ മരുന്ന് എത്തിച്ചു തരാനും അടിയന്തരമായ ചികിത്സാ സഹായങ്ങളൊക്കെ എത്തിച്ചു തരാനും ICF അതുപോലെ SYS SSF തുടങ്ങിയ സംഘടനകൾ, അതുപോലെ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ പല സംഘടനകളും SKSSFന്റെ നേതൃത്വത്തിൽ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് അവര് ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി ആ ഒരു വിങ്ങിലേക്ക് ചേർന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും പല ഏരിയകളിലും ആളുകൾക്ക് മരുന്നുകളായാലും ഭക്ഷണ സാധനങ്ങളായാലും എല്ലാം എത്തിച്ചു നൽകി. ആംബുലൻസ് വേണ്ട രോഗികൾക്ക് ആംബുലൻസ് സൗകര്യം, അതുപോലെ വളരെ വേദനാജനകമായ ഒരു കാര്യമായിരുന്നു മയ്യത്ത് പരിപാലനം. ആ സമയത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ കുഴിക്കുന്നത് പോലെയുള്ള കബറല്ല, JCB കൊണ്ടുവന്ന് വളരെ ആഴത്തിലുള്ള കുഴിയെടുത്ത് അതൊക്കെ നമ്മൾ ശുദ്ധീകരിച്ച്, നമ്മൾ ഹെൽത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ശുദ്ധീകരണ സാമഗ്രികൾ ഉപയോഗിച്ച് കുമ്മായം വിതറി അതിനെയൊക്കെ ശുദ്ധീകരിച്ച് അതിലേക്ക് മറ്റ് തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടാകാത്ത രീതിയിൽ വളരെ വിശാലമായ ഒരു തുണി ശീല കബറിന്റെ മേലെ ഇട്ടുകൊണ്ട് അതിലേക്ക് മയ്യത്തിനെ കിടത്തി പതുക്കെ താഴ്ത്തി വെച്ച് വളരെ വേദനാജനകമായ ഒരു കാര്യം. തൽക്കീം ചെല്ലാണ് ആളില്ലാത്ത ഒരു സമയം, ആ മയ്യത്തിന്റെ അടുക്കൽ കൂട്ടമായി നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അതുപോലെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വന്ന ഒരു സാഹചര്യം, 10 പേരിൽ കൂടുതൽ ഒരു സമൂഹത്തിൽ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ അതുപോലെ ദുആ ചെയ്യാൻ 10 പേരിൽ കൂടുതൽ മയ്യത്തിനെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം. പല ക്വാറന്റൈനിലിരുന്ന പ്രവാസികൾക്കും അതൊരു നഷ്ടം, വല്ലാത്തൊരു നഷ്ടമാണ്. ഉറ്റവരെ ഉടയവരെ ബന്ധുക്കളെ കാണാൻ പോലും കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, പ്രവാസികൾ ഏറ്റവും കൂടുതൽ വൈമിഷ്യം അനുഭവിച്ചൊരു സന്ദർഭമാണത്. കാരണം അവര് കടന്നു വന്ന സാഹചര്യം, ആ സാഹചര്യം, അവര് ക്വാറന്റൈനിൽ ഇരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരികയും സ്വന്തം ഭാര്യയെയും സ്വന്തം മകളെയും പോലും കാണാൻ കഴിയാതെ ഒരു മുകളിലെ ഒരു റൂമിലാണ് അവർ താമസിക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവർ താഴെയായിരിക്കും. അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് വളരെ കയ്യകലം പാലിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. ഇന്നലെ വരെ നമ്മുടെ കുടുംബത്തെ ചേർത്ത് പിടിച്ചവരാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് പ്രവാസികൾ എത്തിപ്പെട്ടത്. അങ്ങനെ ഇപ്പൊ ഈ കൊറോണ എന്ന് പറയുന്നത് വളരെ വളരെ വൈകാരികമായ അനുഭവങ്ങളും അതിൽ തന്നെ സന്തോഷം നൽകുന്ന പല സന്ദർഭങ്ങളും ചിന്താശകലങ്ങളും ഒക്കെ നമുക്ക് തന്ന പല നല്ല നല്ല സന്ദർഭങ്ങളും നല്ല ഓർമ്മകളും അതുപോലെ മോശമായ അനുഭവങ്ങളും ഒക്കെ കടന്നുപോയ ഒരു സാഹചര്യമാണ് കൊറോണ കാലഘട്ടം എന്ന് പറയുന്നത്. ആ കൊറോണയിൽ നിന്ന് മുക്തമായി പല വ്യാപാരികളും ഇന്ന് വരെ തിരിച്ച് കരകയറാൻ കഴിയാത്ത പല വ്യാപാരികളുമുണ്ട്. പല വ്യാപാരങ്ങളും പൂട്ടിപ്പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് സാമ്പത്തിക കെണിയിലായവരും, അങ്ങനെ പ്രവാസ ലോകത്ത് പെട്ടുപോയവരും, പ്രവാസത്തിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് തിരിച്ചു വരാൻ കഴിയാത്തവരും, അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റായിട്ട് ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കഴിയും. അങ്ങനെ നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കാം. കാരണം പങ്കുവെക്കലിനേക്കാൾ വലിയ മധുരമില്ലല്ലോ. കാരണം ഓരോ അനുഭവങ്ങളും ഓരോ രൂപപ്പെടുത്തലുകളാണ്. അപ്പൊ ഈ കൊറോണ എന്ന് പറഞ്ഞ ഒരു രൂപപ്പെടുത്തലാണ്, നമ്മളെ രൂപപ്പെടുത്തുന്ന ഒന്നാണ് ഈ കൊറോണ. നമുക്ക് ഏതൊരു വൈഷമ്യം വന്നാലും ഏതൊരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ, പണ്ടൊക്കെ ആളുകൾ പറയും തനിച്ച് നടക്കണം എന്നാലേ ജീവിതം പഠിക്കുന്നു. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. നമ്മള് മറ്റുള്ളവരുടെ കൂടെ കൂടുമ്പോൾ, മറ്റു കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇടയിൽ ആൾബലങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒപ്പം എല്ലാവരും ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മുടെ സമ്പന്നതയിലും നമ്മുടെ ആരോഗ്യത്തിലും ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ കാണും. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ലോകം മൊത്തം നമ്മുടെ കൂടെയാണ്. അതൊക്കെ വെറുതെയാണ്. നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാം, നമുക്ക് ചില സാഹചര്യങ്ങളിൽ ബോധ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചില അനുഭവങ്ങൾ നേർസാക്ഷ്യങ്ങളോടെ വരുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവൂ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി നല്ലതാണെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ കാണും. സാമ്പത്തിക സ്ഥിതി മോശമാകുന്ന സമയത്താണ് പലരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നുപോയവർ പലരും എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സമകാലികമായി ഒരുപാട് പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ ത്വലാഖിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ.
ഈ ത്വലാഖ് എന്ന് പറയുമ്പോൾ പല പള്ളി മഹല്ല് കമ്മിറ്റികളിലും ഒരുപാട് ത്വലാഖിന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാത്ത, ഒരുപാട് ത്വലാഖിന്റെ ചർച്ച നടക്കപ്പെടാത്ത ഒരു ത്വലാഖിന്റെ വിഷയങ്ങൾ ഇന്ന് നടക്കുന്നു. കാരണം ഇന്ന് പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മുടെ സമൂഹം, നമ്മുടെ യുവത മാറിയത് കൊണ്ട് പരസ്പരം പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് രണ്ട് കാഴ്ചപ്പാടുകൾ, രണ്ട് കൾച്ചറുകൾ കൂടിച്ചേരുമ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പല സാഹചര്യങ്ങളിലും മൂന്നാമതായി ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് കൂടുതലും ഈ ത്വലാഖിലേക്ക് നടക്കുന്ന സംഭവിക്കുന്ന ഡൈവോഴ്സിലേക്ക് നടക്കുന്നതിന് കാരണമാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു ഡൈവേഴ്സിനെ അഭിമുഖീകരിച്ച ഒരാളാണ്. പല രീതിയിലും ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഡൈവേഴ്സ് സംബന്ധമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ പങ്കാളികളുമായിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങളിലൊക്കെ മൂന്നാമതായ ഒരാൾ, അത് ആരും ആയിക്കൊള്ളട്ടെ, ബന്ധു ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കൂട്ടുകാരായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിക്കൊള്ളട്ടെ, നമ്മുടെ ഭാര്യമാരുടെ കുടുംബമായിക്കൊള്ളട്ടെ, ആരായാലും മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല അനിഷ്ടമായ സംഭവങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും, പിന്നെ ഈഗോ പ്രശ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ചെറിയ ചെറിയ രീതിയിൽ ഒതുങ്ങേണ്ട പല കാര്യങ്ങളും ഇന്ന് വളരെ ഡിപ്ലോമസി ആയിട്ട് ഡൈവോഴ്സിന്റെ വക്കിലേക്ക് എത്തുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അത് കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കൊറോണ കൊണ്ടുണ്ടായ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, പ്രവാസി കാലത്ത് പല ഭാര്യമാരും പ്രവാസികളും മിസ് ചെയ്തിരുന്ന ഒരു സന്ദർഭം ഉണ്ടായി. 2-3 വർഷം കൂടുമ്പോഴൊക്കെ നാട്ടിൽ വരുന്ന പ്രവാസികളെ വളരെ വർഷം വളരെ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 6 വർഷമല്ല, 6, 7, 8 മാസത്തോളം, അല്ലെങ്കിൽ 1 വർഷത്തോളം, 2 വർഷത്തോളം ഒക്കെ നാട്ടിൽ തിരിച്ചു പോകാൻ കഴിയാതെ നിന്ന ഒരു ഭാര്യമാർക്ക് സന്തോഷമുണ്ടായ ഒരു സമയം കൂടിയാണ് ഈ പ്രവാസത്തിലെ ചില നല്ല നിമിഷങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ. അങ്ങനെ ചില സന്ദർഭങ്ങൾ കൂടി ഈ കൊറോണ കൊണ്ട് നമുക്ക് ഗുണങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൊറോണയുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കൊറോണ ഒരു ചെറിയൊരു ഘടകം മാത്രമാണ്. നമ്മുടെ നാടുകളിലൊക്കെ ജനങ്ങൾക്കിടയിൽ ഇന്ന് പണ്ടത്തേനേക്കാൾ സൗഹാർദ്ദങ്ങൾ കുറഞ്ഞു എന്ന് വേണം ഒരു ചെറിയ വിലയിരുത്തല് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഇന്ന് പല ആളുകളും മതസൗഹാർദ്ദ വേദികളൊക്കെ സംഘടിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് മതസൗഹാർദ്ദ വേദികളല്ല വേണ്ടത്, മാനവിക സൗഹാർദ്ദ വേദികളാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഓർത്തു പോവുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് 2016 കാലഘട്ടത്തില് നമ്മുടെ SSF പനച്ചമൂട് യൂണിറ്റ് നമ്മുടെ സംഗപ്പരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വലിയ രീതിയിൽ ഒരു ചായ സൽക്കാരം എന്ന രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. സൗഹൃദ ചായ എന്നാണ് അതിന് പേര് നൽകിയത്. അപ്പോൾ അവിടെ നമ്മൾ പല ആളുകളെയും, ഓട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കളെയും, അതുപോലെ ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെയും ഒക്കെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി ചെന്നു. അതിന്റെ മാറ്റർ, അത് ഈ ഒരു മതസൗഹാർദ്ദത്തിന്റെ അല്ലെങ്കിൽ ഒരു മാനവ സൗഹാർദ്ദത്തിന്റെ രീതി കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടിയിലേക്ക് എല്ലാവരും വരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചു. നമ്മുടെ സമൂഹത്തിലെ പല ആളുകളും, പിന്നോക്കം നിൽക്കുന്ന പല ആളുകളും, അതുപോലെ വൃദ്ധന്മാര്, കാരണവന്മാര്, അങ്ങനെ ഒരുപാട് ജാതി മത ഭേദമന്യേ വഴിയാത്രക്കാരായ ആളുകൾ, ഇവർക്കൊക്കെ നമ്മൾ സൗഹൃദത്തിന്റെ ഒരു ചായയും സൗഹൃദത്തിന്റെ ഒരു ചെറിയ മധുര പലഹാരവും കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിനെ കീഴടക്കുന്ന വളരെ വലിയൊരു പരിപാടിയാണ് നാം അന്ന് അവിടെ നടത്തിയത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ കലുഷിതമായ സാഹചര്യങ്ങൾ, വർഗീയത പറയുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വക്താക്കളുടെ മുന്നിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് വിജയിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം പല ആളുകളും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നാട് എങ്ങനെയായിരുന്നു പണ്ട്. നമ്മുടെ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഞങ്ങളുടെ നാട്ടിലെ തൈക്കാവ് ഉദ്ഘാടനത്തിന് അവിടെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ നിന്നത് ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ചേട്ടന്മാരാണ്, ഹൈന്ദവ സഹോദരങ്ങളാണ്. അതുപോലെ ഞങ്ങളുടെ കല്ലുമൂട് എന്ന് പറയുന്ന തൈക്കാവില് വളരെ വർഷങ്ങളായിട്ട് PMS തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ വന്നിട്ട് വളരെ വലിയ രീതിയിൽ ഒരു ആണ്ട് നേർച്ചയൊക്കെ നടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കൂടുതലും വരുന്നത് ഹൈന്ദവ മതവിശ്വാസികളാണ് ആടിനെ നൽകുന്നതും മറ്റ് അരിയും മറ്റുമൊക്കെ നൽകുന്നതും. സ്ഥിരമായി പച്ചക്കറി നൽകുന്നത് പോലും ഒരു ഹൈന്ദവ സുഹൃത്തായിരുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മുടെ നാടുമായിട്ടുള്ള ബന്ധം, സൗഹൃദങ്ങള് അതൊക്കെ നിലനിർത്തുന്ന രീതിയിലാണ് നാം ആ സൗഹൃദ ചായ എന്ന് പറയുന്ന പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അങ്ങനെ ഈ സൗഹൃദ ചായ എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഞങ്ങളെ നോട്ടീസുമായി ക്ഷണിക്കാൻ ചെന്ന സമയത്ത് ഞങ്ങളോട് പറയുകയാണ്, മക്കളെ വളരെ നല്ല പരിപാടിയാണ്, നിങ്ങൾ ഇത് കുറച്ച് നേരത്തെ നടത്തേണ്ടിയിരുന്ന പരിപാടി ആയിരുന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ നാം ആ പരിപാടി നടത്തിയ പരിപാടിയിൽ നമ്മുടെ നാട്ടിൻപുറങ്ങൾ എങ്ങനെയായിരുന്നു, നമ്മുടെ ചായക്കടകൾ എങ്ങനെയായിരുന്നു, സൗഹൃദ സംഭാഷണങ്ങളോടുകൂടി തുടങ്ങുന്ന നമ്മൾ ഏതെങ്കിലും ഒരു ചായക്കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു വൈബൊന്നും ഇന്നില്ല. ഇന്നൊക്കെ എല്ലാം ആധുനികത വൽക്കരണത്തോടു കൂടി ചായക്കടയുടെ ഓളങ്ങൾ പോലും പോയി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു പണ്ടത്തെ ഒരു ചായക്കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കഴുക്കോല്, അതുപോലെ ഓട് മേഞ്ഞ ആ ഒരു കരിയുടെ പിന്നെ പാടുകൾ ഇങ്ങനെ ഭിത്തികളിൽ എപ്പോഴും ചായത്തട്ടുകളൊക്കെ കാണുന്ന ആ ഒരു പഴയ നമ്മുടെയൊക്കെ മനസ്സിലുള്ള രൂപം എന്ന് പറഞ്ഞാൽ ഒരു അരത്തോർത്ത് മുകളിലിട്ട് ചായ ഒഴിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ചായക്കടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നു, ചായ കുടിക്കുന്നു. അതോടൊപ്പം മിക്ക ആളുകളും പത്രം വായിക്കുന്നത് ഈ ചായക്കടകളിലാണ്. സൗഹൃദ സംഭാഷണങ്ങൾ നടക്കുന്നത് ചായക്കടയിലാണ്. അതുപോലെ രാഷ്ട്രീയ ചർച്ച നടക്കുന്നത് ചായക്കടയിലാണ്. കല്യാണ ചർച്ച നടക്കുന്നത് ചായക്കടയിലാണ്. കല്യാണ അന്വേഷണങ്ങൾ പഠിക്കുന്നത് ചായക്കടയാണ്. അപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ചായക്കട എന്ന് പറയുന്നത്. ഈ ചായക്കടയിൽ നിന്ന് നാം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും നാം എങ്ങനെയാണ് മലിനമാകുന്നതെന്നും രണ്ടും ഈ ചായക്കടയിൽ നിന്ന് സംഭവിച്ച ചരിത്രങ്ങളുണ്ട്. ചായക്കട എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ആകാശവാണിയുടെ ആ ഒരു റേഡിയോയുടെ ആ ശബ്ദവും ആ ഒരു കളകളാരവം മുഴക്കുന്ന കിളികളുടെ നാദവും അത് കേട്ട് ആസ്വദിച്ച് മഴ പെയ്യുമ്പോൾ മഴത്തുള്ളിക്കിലുക്കങ്ങൾ ഇങ്ങനെ തെന്നി തെന്നി വീഴുന്ന ആ സൗണ്ടും ഒക്കെ കേട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ റിലാക്സ് ആയിക്കൊണ്ട് നാം പല കാര്യങ്ങളും ചർച്ച ചെയ്യും. ഈവൻ എനിക്ക് തോന്നുന്നു PSC പഠിക്കുന്ന കുട്ടികൾ വരെ പണ്ട് ചായക്കടയിൽ ഇരുന്ന് പുസ്തകം വായിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുപോലെ ലൈബ്രറികൾ, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ലൈബ്രറികൾ ഇന്ന് ഏത് കുട്ടികളാണ് ഉപയോഗപ്പെടുത്തുന്നത് എനിക്കറിയില്ല. ഇന്ന് മൊബൈലിന്റെയും അതുപോലെ ഇന്റർനെറ്റിന്റെയും പലവിധ അതിപ്രസരങ്ങളും നടക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഇന്ന് പുസ്തകങ്ങളുമായിട്ടുള്ള കൂട്ട് കുറവാണ് കുട്ടികൾക്കിടയിൽ. പണ്ട് ലൈബ്രറികളിലൊക്കെ ഞങ്ങള് പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഞങ്ങള് കൂട്ടുകാരൊന്നിച്ച് ലൈബ്രറിയിൽ പോവുകയും അവിടുന്ന് ബുക്ക് ശേഖരിക്കുകയും ഒരാഴ്ചത്തേക്ക് 1-2 ബുക്കുകൾ നമ്മൾ കൊണ്ടുവരികയും അത് വായിച്ചു തീർന്നാലുടൻ കൊണ്ടു കൊടുക്കുകയും അങ്ങനെ മാറ്റി കൊണ്ടുവരികയും അതിനെ സംബന്ധിച്ച് പല പരിപാടികളും ക്വിസ് പരിപാടികളും പരസ്പരം ഞങ്ങൾ അങ്ങോട്ട് പുസ്തകം പഠിച്ചത് പങ്കുവെക്കുന്ന ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ സംസ്കാരങ്ങളിൽ പല മാറ്റങ്ങളും പണ്ടത്തെ കാലഘട്ടത്തിലും ഇന്നത്തെ ഒരു ന്യൂജൻ കാലഘട്ടത്തിലുമായിട്ട് പല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവയുണ്ട്, നമുക്ക് ഒഴിവാക്കേണ്ടതുമായിട്ടുള്ളതുണ്ട്. നമുക്ക് എവർക്കും അറിയാം ഇന്നൊക്കെ കൂട്ടുകുടുംബത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായി എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ ഒരു കൂടിയാലോചനകളോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മുതിർന്ന ആളുകളുമായിട്ട് ആലോചിച്ച് പലവിധ ചർച്ചകൾ നടത്തി അതിന്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി പിന്നെ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് നാം എത്തിപ്പെട്ടു. ഒരു ആധുനിക യുഗത്തിലേക്ക് നാം മാറി. ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിലേക്ക് നാം കടന്നപ്പോൾ ഇന്ന് കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുന്ന വ്യവസ്ഥിതിയൊക്കെ മാറിയിട്ട് അണുകുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതിയിലേക്ക് നാം എത്തിപ്പെട്ടു. ഈ അണുകുടുംബവും കൂട്ടുകുടുംബവും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്തു നോക്കാം. ഈ അണുകുടുംബവും കൂട്ടുകുടുംബവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അണുകുടുംബത്തിലേക്ക് നാം ഒന്ന് നമുക്ക് രണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറി. പണ്ടൊക്കെ 6ഉം 7ഉം പ്രസവിച്ചിരുന്ന ഉമ്മമാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ മാക്സിമം പോലെ 2-3 കുട്ടികൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കാത്ത ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു ഉമ്മിച്ചയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ ആ 10 മക്കളെയും ഒരുപോലെ നോക്കാൻ ഒരു ഉമ്മ മതിയാകും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പല ഉമ്മമാരും പല മാതാപിതാക്കളും ഇവിടെയാണ്, വൃദ്ധസദനങ്ങളിലാണ്. എന്താണ് അതിന് കാരണം? ഈ 10 മക്കളെ ഒറ്റയ്ക്ക് നോക്കിയ ചുമന്ന് അവർക്ക് അധ്വാനിച്ച് ഭർത്താവ് മരണപ്പെട്ടു പോയതാണെങ്കിൽ പിന്നെ പറയണ്ട. പല വീടുകളിലും പോയി ജോലിക്ക് പോകുമ്പോഴൊക്കെ ഈ കുട്ടിയെ കൂടെ കൊണ്ടുപോയിട്ട് അവളെ ഒരു മോനാണെങ്കിൽ മോനെ, മോളാണെങ്കിൽ മോളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നതമായ നിലയിലെത്തിച്ച ഒരു ഉമ്മ, ആ ഉമ്മയുടെ ത്യാഗം എത്ര വലുതായിരിക്കും. അതുപോലെ പെൺകുട്ടികളാണെങ്കിൽ അവരെ കെട്ടിച്ചു വിടുന്ന ഭർത്താവില്ലാതെ, ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ അത്രത്തോളം ത്യാഗം സഹിച്ചുകൊണ്ട് നമ്മളെയൊക്കെ പഠിപ്പിച്ച് നമുക്ക് ഉന്നതമായ വിദ്യാഭ്യാസം നൽകി നമ്മളെ ഉന്നതമായ നിലയിലെത്തിച്ച നമ്മുടെ ഉമ്മിച്ച, നമ്മുടെ വാപ്പിച്ച, അവരെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ ഇന്ന് കാണണമെങ്കിൽ കൂടുതലും എവിടെയാണ്? വൃദ്ധസദനങ്ങളിലാണ് കാണുന്നത്. കാരണം എന്താണ്? നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കാര്യമാണോ? അല്ല. കേരളം 100% സാക്ഷരത കൈവരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്.
ഈ സാക്ഷരത എന്ന് പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരിക്കും, അത് ശരിയായിരിക്കും. പക്ഷേ ഇന്ന് കൂടുതലും ഈ വൃദ്ധസദനങ്ങളൊക്കെ ഉള്ളത് സാധാരണക്കാരുടെ അമ്മമാരല്ല. കൂടുതലും നാം ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. പുനലൂരിലാണെന്ന് തോന്നുന്നു, ഗാന്ധി ഭവനില് സ്വന്തം മക്കള് വലിയ നിലയിൽ ഉണ്ടായിരുന്ന മക്കള് ഉള്ള ഒരു ഉമ്മ മരണപ്പെട്ടിട്ട് ആ മയ്യത്ത് അവിടെ 2 ദിവസം ആ മക്കൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തുവെച്ചു. അവസാനം അവര് വരുന്നില്ല, അവരുടെ വീട്ടിൽ അറിയിച്ചപ്പോൾ ഞങ്ങൾക്ക് അതുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കി. അത്ര ചെറിയ ലാഘവത്തോടു കൂടി അതിനെ ഒഴിവാക്കിയ സമയത്ത് ആ മയ്യത്ത് സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്തുകൊണ്ട് പള്ളിയിൽ കൊണ്ടുപോയി കർമ്മങ്ങൾ ചെയ്ത് അവര് സ്വന്തം മക്കളായി കണ്ട് ആ മയ്യത്തിന്റെ പേരിൽ നമസ്കരിച്ച് അത് മറമാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നാം ചിന്തിച്ചു നോക്കി, ഈ 10 പേരെ നോക്കി വളർത്തിയ നമ്മുടെ ഉമ്മിച്ച അല്ലെങ്കിൽ നമ്മുടെ വാപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാര്, അവർക്ക് നമുക്ക് അവരൊരു ഭാരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ കാലഘട്ടമുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ഗാന്ധി ഭവനായാലും അതുപോലെ കൊല്ലം ഗവൺമെന്റിന്റെ കീഴിലുള്ള വൃദ്ധസദനത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിലുള്ള വൃദ്ധസദനത്തിലാണെങ്കിലും പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. സനാതനാലയം അതുപോലെ പല രീതി സ്നേഹ പൂക്കൾ എന്ന് പറഞ്ഞ് പല രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ സ്വന്തമായി വസ്തുവില്ലാത്തവരല്ല, വസ്തുവെല്ലാം മക്കളുടെ പേരിൽ എഴുതി കൊടുത്തവരാണ്, മക്കളെ വിശ്വസിച്ചവരാണ്, അവരെ വളർത്തി അവരെ വലുതാക്കി. പെൺമക്കളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തിച്ച് UK-യിലും US-ലും ഒക്കെ സെറ്റിൽഡായ ഫാമിലിക്കാരുടെ അമ്മമാരുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ആൺമക്കളാണെങ്കിൽ ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരിൽ ഇരിക്കുന്നവരുണ്ട്. അവരെയെല്ലാം കൊണ്ടുവന്ന് പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് ഇത്ര വലിയ ആളാക്കി വിട്ടപ്പോൾ തന്റെ വാർദ്ധക്യ കാലത്ത് തൻ്റെ നിന്ന് കിട്ടാനുള്ള ആദായമെല്ലാം എഴുതി വാങ്ങിക്കൊണ്ട് അവരെ അനാഥരാക്കിക്കൊണ്ട് അവരെ എല്ലാം കൊണ്ടുപോയി വൃദ്ധസദനങ്ങളിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ചിന്തിച്ചിടത്തോളം, ഞാൻ പഠിച്ചിടത്തോളം കൂടുതലും വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരല്ല, ഉന്നതമായ വിദ്യാഭ്യാസമുള്ള കേന്ദ്ര സർവീസുകളിലടക്കം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ എന്ത് പറ്റിയതാണ് ഇങ്ങനെ ഒരു ചിന്താഗതി വന്നത്? അപ്പൊ കേരളം 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ്. ഓക്കെ, അതൊക്കെ ശരി. പക്ഷെ വിവേകത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും മട്ടപൂജ്യമാണ്. എനിക്കതാണ് പറയാനുള്ളത്. വിവേകവും വിദ്യാഭ്യാസവും രണ്ടും 2 തലങ്ങളിലാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകം കൂടി ഉണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസത്തിന് അർത്ഥമുണ്ടാവും. അവിടെയാണ് ആത്മീയതയുടെ പ്രസക്തി, ധർമ്മത്തിന്റെ പ്രസക്തി. അധർമ്മത്തിനെതിരെ ധർമ്മം കൊണ്ട് ദ്വന്ദ്വയുദ്ധം നടത്തുക എന്ന് കേട്ടിട്ടില്ലേ? ആ ധർമ്മം എന്താണ്? ആ ധർമ്മം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ജനിച്ചു വീഴുന്നത് ഒരു അമ്മയുടെ മടിയിലാണ്. ഒരു അമ്മയുടെ മടിയിൽ നമ്മുടെ ബാല്യം, നമ്മുടെ ശിശിരം, നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ അമ്മയുടെ മടിത്തട്ടാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ അമ്മയുടെ മടിത്തട്ട് നമ്മുടെ ഏറ്റവും ആദ്യത്തെ വിദ്യാലയം. അവിടുന്ന് വിദ്യ നുകർന്ന് തുടങ്ങുന്ന നമ്മൾ ആ അമ്മയെ തന്നെ അവസാനം തള്ളി പുറത്താക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ എന്താണ്? ധാർമ്മികത പഠിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഇന്ന് അറിയാം, നമ്മൾ ബ്രോയിലർ കോഴികളായിട്ട് നമ്മുടെ കുട്ടികളെ കുപ്പിപ്പാല് കൊടുത്ത് നമ്മുടെ കുട്ടികളെ വളർത്തി സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും കഴിയാതെ ഇന്റർനെറ്റിന്റെ ലോകത്ത് അടിമപ്പെട്ട കുട്ടികളാണ് കൂടുതലും ഇന്നുള്ളത്. കാരണം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു സമൂഹം പണ്ടുണ്ടായിരുന്നു. ആ സമൂഹത്തിൽ നിന്നാണ് നാം രൂപപ്പെടുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ധർമ്മം എന്താണ് എന്ന് ചിന്തിക്കുന്നിടത്താണ്, ധർമ്മം എന്താണെന്ന് പഠിക്കുന്നിടത്താണ്, ആത്മീയത അറിയുന്നിടത്താണ് നാം രൂപപ്പെടുന്നത്. കാരണം നമ്മുടെ അമ്മയാണ്. ആ അമ്മയുമായി നമുക്കൊരു ബന്ധമുണ്ട്. ആ അമ്മ നമ്മുടെ അമ്മയാണ്, ആ അമ്മയുടെ പൊക്കിൽ കൂടിക്ക് പ്രാധാന്യമുണ്ട് എന്ന് പഠിക്കുന്നത് ധാർമ്മികമായ ഒരു ചിന്താമണ്ഡലത്തിൽ നിന്നാണ് അങ്ങനെ ഒരു പിറവി എടുക്കുന്നത്. അല്ലാതെ ആധുനികമായ ഒരു പഠനത്തിൽ നിന്ന് അങ്ങനെ ഒരു ബന്ധം, മദർ എന്ന് പറയുന്ന ഒരു വേർഡ് മാത്രം കുട്ടി പഠിച്ചു പോയാൽ പോരാ. അമ്മ ആരാണ്? ആ ആന്തരികമായ ആ ഒരു സത്ത, അമ്മയുടെ സത്ത, അച്ഛന്റെ സത്ത, ആന്തരികമായ ഒരു ബന്ധം അതുകൂടി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ട്. ആ ഒരു ബാധ്യതയിൽ നിന്നാണ് അവിടെ ഒരു ധാർമ്മികത രൂപപ്പെടണം. ആ ഒരു ധാർമ്മികത രൂപപ്പെട്ടാൽ മാത്രമേ അമ്മ ആരാണ്, അച്ഛൻ ആരാണ്, ഈ സമൂഹത്തിൽ നാം എങ്ങനെ ഇടപെടണം, നമുക്ക് സമൂഹത്തോടുള്ള പൊതുബോധം എന്താണ്, ധാർമ്മിക ചിന്താഗതിയിലൂടെ ചിന്തിക്കുമ്പോൾ മാത്രമേ അവിടെ ആ സരണി പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ അത് ആധുനിക വിദ്യാഭ്യാസം മാത്രം കിട്ടുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് ധാർമ്മികത പഠിപ്പിക്കൽ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ധാർമ്മികത പറയുമ്പോൾ ധാർമ്മികത ഇല്ലാത്തതിന്റെ പേരിലാണ് പല കൊലപാതകങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, എന്താണ്, ഒരു മകള് അന്യ ഒരു പുരുഷന്റെ കൂടെ പോയതിന്റെ പേരിൽ അച്ഛൻ
അഭിമാനം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ മകളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അടുത്ത സമയത്ത് വാർത്തയിൽ വായിച്ചതാണ്. അവിടെ എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ ചിന്തിച്ചത്? അവിടെ ഒരു അച്ഛന്റെ ഒരു വിവേചനാത്മകമായ ചിന്ത എങ്ങനെയാണ് വന്നത്? അവിടെ ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടാണ്. ധാർമ്മികത ഉണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം മകള് സ്വന്തം മകളാണ്. മകള് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിച്ചു എന്നതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് അതിക്രൂരമായി കൊല്ലുന്ന ഈ ഒരു കാലഘട്ടത്തിലും ജാതി നോക്കുന്ന അല്ലെങ്കിൽ വിവേചനം പറയുന്ന ആളുകളുണ്ട് എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നതെന്നാണ്. കാരണം അങ്ങനെയൊക്കെ പല സംഭവങ്ങളുമുണ്ട്. നമ്മുടെ കൺമുമ്പിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതുപോലെ എത്രയോ കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായിക്കൊണ്ട് മരണപ്പെടുകയാണ്. അത് സ്വന്തം സഹോദരങ്ങള് ബലാത്സംഗം ചെയ്യുന്ന ഒരു സാഹചര്യം. അത് എന്തുകൊണ്ടാണ്? കഞ്ചാവിനും കള്ളിനും ഒക്കെ അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം അമ്മയെയും പെങ്ങളെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോകുന്ന ഒരു സമയം നമ്മുടെ പത്രവാർത്തകൾ തലക്കെട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദിവസവും കഞ്ചാവ് പിടിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളുണ്ട്, യുവതികളുണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ, അന്യ ദേശങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾ രാത്രി ആയി കഴിഞ്ഞാൽ കഞ്ചാവിന് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോകത്ത് ഈ രാത്രി സമയങ്ങളിൽ ഇറങ്ങി നടന്നുകൊണ്ട് പോലീസിനെ പോലും കയ്യേറ്റം ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതുപോലെ മറൈൻ ഡ്രൈവില് ചെന്ന് കഴിഞ്ഞാൽ പല കാണാത്ത കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ്. എന്തുകൊണ്ടാണ് ഇവർ ഈ മേഖലയിലേക്കെല്ലാം എത്തിപ്പെടുന്നത്? ശരിയായ ധാർമ്മിക വിദ്യാഭ്യാസം, അധാർമികമായ മേഖലയിൽ അവർ കടന്നു പോകുന്നതിന്റെ കാരണം ശരിയായ ധാർമ്മികത. എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം. ഒരു മതത്തിന്റെ മാത്രം രീതിയിലേക്ക് ചിന്തിക്കുകയല്ല. ഞാൻ പറയുന്ന വാക്കുകൾ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ പഠന വിധേയമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈന്ദവ മതത്തിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിലാണെങ്കിലും ഇസ്ലാമിലായാലും അതുപോലെ പല മതങ്ങളിലായാലും എല്ലാവരും പറയുന്നത് നന്മയാണ്, സാഹോദര്യമാണ്. ഈ മതങ്ങളിലെല്ലാം ആരും തിന്മ പഠിപ്പിക്കുന്നില്ല. പക്ഷെ അത് ആരും ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധാർമ്മികമായ പല ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട്. ആ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അവന്റെ ചിന്താശകലങ്ങളെ, അവന്റെ കൂട്ടുകെട്ടുകളെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ ധാർമ്മികമായ സരണികളിലൂടെ മാത്രമേ ചിന്താശകലങ്ങൾക്ക് ശക്തി പകരാനും അതുപോലെ അവന്റെ മൈൻഡിനെ ശക്തിപ്പെടുത്താനും കഴിയുകയുള്ളൂ. കാരണം ധാർമ്മികതയുള്ള ഒരാൾക്ക് ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോകാൻ കഴിയില്ല. ഇന്ന് പല ആളുകളും ബിസിനസ് പൊട്ടിപ്പോയി, അല്ലെങ്കിൽ കടം വന്നു പോയി, അല്ലെങ്കിൽ മറ്റ് ജീവിത സാഹചര്യത്തിൽ പല ആളുകളാലും ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകളെ നാം നിരന്തരമായി കാണും. കാരണം അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവരുടെ മനസ്സിലേക്ക് രൂപപ്പെടുന്നത് ധാർമ്മികമായ ആ ഒരു വിശ്വാസം അവരുടെ മനസ്സിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു ധാർമ്മികത നമ്മുടെ ആധുനികമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ധാർമ്മികമായ പൊതുബോധം കൂടി നൽകേണ്ടതുണ്ട്. കാരണം സമൂഹത്തിൽ നാളെ എങ്ങനെയായിരിക്കണം, നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ എന്തായിരിക്കണം എന്നുള്ള ഒരു ധാർമ്മികത ജനങ്ങൾ, എല്ലാ സമൂഹത്തിലും പെട്ട ആളുകളും ഒരുമിച്ച് മുൻകൈ എടുത്ത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രാക്ടീസ് ആയിക്കൊണ്ട് കൊടുക്കണമെന്നാണ് എൻ്റെ സ്വാഭാവികമായ ഒരു വിലയിരുത്തൽ. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കൊറോണ പറഞ്ഞു, പ്രളയം പറഞ്ഞു, അതുപോലെ ദുരന്തങ്ങൾ പറഞ്ഞു, അതിന്റെ പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞു, നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞു, അതുപോലെ മതസൗഹാർദ്ദത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു, അതുപോലെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന യുദ്ധത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു, യുദ്ധ കൊതിയന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു, വൃദ്ധസദനങ്ങളുടെ കാര്യം പറഞ്ഞു, ധാർമ്മികവും അധാർമികവുമായ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. അപ്പം ലോകത്ത് എപ്പോഴും എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളാണ്. സമാധാനത്തിന്റെ വക്താക്കളായിട്ടാണ് ലോകത്ത് എല്ലാ ആളുകളും ഇന്ന് ചിന്തിച്ചിട്ടുള്ളത്. വെറുപ്പിന്റെ ശക്തികൾ പല കോണിലും പല സ്ഥലങ്ങളിലും ഈ കാലഘട്ടത്തിന് മുന്നേ തന്നെ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവരെ എല്ലാം ഒറ്റക്കെട്ടോടെ ഒരുമിച്ച് നിന്ന് അധാർമികതയുടെ വക്താക്കളെ ധർമ്മം പറഞ്ഞ് ഒറ്റപ്പെടുത്തി എന്നും അകലെ നിർത്തി, യുദ്ധക്കൊതിയന്മാരെ ഒറ്റപ്പെടുത്തി, അതുപോലെ വർണ്ണവിവേചനം നടത്തുന്നവരെ ഒറ്റപ്പെടുത്തി, മതവർഗീയത പറയുന്നവനെ ഒറ്റപ്പെടുത്തി, എന്നും സമാധാനത്തിനും സാഹോദര്യത്തിനും അതുപോലെ എല്ലാ ആളുകളും, കേരളം എന്ന് പറഞ്ഞാൽ അത്രമേൽ സുന്ദരമാണ്. ഒരിക്കലും നമുക്ക് അത്രമേൽ സുന്ദരമായ ഒരു സ്ഥലം
ലോകത്തിലെ ഒരു മേഖലയിലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം കേരളം എന്ന് പറഞ്ഞാൽ ഖൈറുള്ള എന്നാണ്. ഖൈറുള്ള, ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പൊ ആ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ശ്വസിക്കുന്ന വായുവിന് പോലും മധുരമാണ്, സമാധാനമാണ്. അപ്പോൾ എല്ലാവരും സമാധാനത്തിന് വേണ്ടി കൈകോർക്കുക, സന്തോഷം വിടരട്ടെ, സ്നേഹം പൂക്കട്ടെ, എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ല കാലഘട്ടങ്ങളും ഉണ്ടാകട്ടെ. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, മതദ്വേഷത്തിന്റെ വാക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അധാർമികതയെ ധർമ്മം കൊണ്ട് പോരിടാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിടാം.